സക്സസ് ഫയലിലേക്ക് സ്വാഗതം. പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത. വീക്ഷണ സ്ഥിരത. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസം. മിനുസമുള്ള പ്രതലത്തിൽ തട്ടി പ്രകാശം തിരിച്ചു വരുന്ന പ്രതിഭാസമാണ് പ്രതിഫലനം. പ്രതിഫലനം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം എന്താണ്? സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ് സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിലാണ്. ഗാൾട്ടൺ വിസിൽ. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് അറിയപ്പെടുന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രകളുടെയും ചലനം മുഴുവനായിട്ടും നിലയ്ക്കുന്ന ഊഷ്മാവ് അറിയപ്പെടുന്നത് അബ്സല്യൂട്ട് സീറോ എന്നാണ്. അബ്സല്യൂട്ട് സീറോ. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ്. ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം. ഭൂമിയിൽ നിന്നുള്ള പാലായന പ്രവേഗം 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. 11.2 കിലോമീറ്റർ പെർ സെക്കൻഡ്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആരാണ്? നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആർക്കിമിഡീസ് ആണ്. ആർക്കിമിഡീസ്. പെട്രോളിയത്തിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്നത്. പെട്രോളിയത്തിൽ നിന്ന് അല്ലെങ്കിൽ ക്രൂഡ് ഓയിലിൽ നിന്ന് പെട്രോൾ, ഡീസൽ, മണ്ണെണ്ണ, നാഫ്ത തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ വേർതിരിക്കുന്ന പ്രക്രിയയാണ് ആംശിക സേചനം. പേര് ആംശിക സേചനം. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. ഇന്ത്യയിൽ വിതരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ് ആണ്. 50 ഹെർട്സ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടന്റെ എത്രാമത്തെ ചലന നിയമവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? 3-ാം ചലന നിയമമാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ന്യൂട്ടന്റെ 3-ാമത്തെ ചലന നിയമം. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ഏത് മാധ്യമത്തിലാണ്? പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. ശൂന്യത 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ് പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം. തരംഗദൈർഘ്യം കുറഞ്ഞ വർണ്ണം വയലറ്റ് ആണ്. വയലറ്റ്. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം എന്താണ്? ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവര വിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശത്തിന്റെ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനമാണ്. പൂർണ്ണാന്തരിക പ്രതിഫലനം. തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും? തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതികോർജം 0 ആയിരിക്കും. 0. ജലം ഐസാക്കുന്ന താപനില എത്രയാണ്? ജലം ഐസാക്കുന്ന താപനില 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. 0 ഡിഗ്രി സെൽഷ്യസ്. ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ക്വാണ്ടം സിദ്ധാന്തത്തിന്റെ കണ്ടുപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയത്
മാക്സ് പ്ലാങ്ക് ആണ്. മാക്സ് പ്ലാങ്ക്. CT സ്കാൻ കണ്ടെത്തിയത് ആരാണ്? CT സ്കാൻ ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം, അതായത് യുറേനിയം 235 ആണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത്. സമ്പുഷ്ട യുറേനിയം അല്ലെങ്കിൽ യുറേനിയം 235. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ്. ന്യൂക്ലിയർ ഫ്യൂഷൻ ആണ് ഹൈഡ്രജൻ ബോംബിന്റെ പ്രവർത്തന തത്വം. ന്യൂക്ലിയർ ഫ്യൂഷൻ. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ആരാണ്? ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഏണസ്റ്റ് റൂദർഫോർഡ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന്റെ നിറം പച്ചയാണ്. പച്ച. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത്. ഡ്രൈ സെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് ഏത്? ഊർജത്തിന്റെ CGS യൂണിറ്റ് ആണ് എർഗ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം ഡാഷ് ആകുന്നു. രണ്ട് വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. 4 മടങ്ങ്. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ്. ഹൂക്സ് നിയമം. സ്പ്രിംഗ് ബാലൻസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഭൂഗുരുത്വാകർഷണ ബലം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ്. ജലം. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലമാണ്. തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനില. തന്മാത്രകളുടെ ഗതികോർജം പൂജ്യമായി മാറുന്ന താപനിലയാണ് അബ്സല്യൂട്ട് സീറോ ടെമ്പറേച്ചർ, അതായത് -273.15 ഡിഗ്രി സെൽഷ്യസ്. -273.15 ഡിഗ്രി സെൽഷ്യസ്. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിന്റെ പൂർണ്ണരൂപം. കടലിന്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിന്റെ പൂർണ്ണരൂപമാണ് സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്, സോണാർ. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ഹൈപ്പർസോണിക്. ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണമെന്താണ്? ബഹിരാകാശ സഞ്ചാരികൾ പരസ്പരം സംസാരിക്കാൻ റേഡിയോ സംവിധാനം ഉപയോഗിക്കാൻ കാരണം ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ലാത്തത് കൊണ്ടാണ്. ശൂന്യതയിൽ ശബ്ദത്തിന് സഞ്ചരിക്കുവാൻ കഴിയില്ല. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യ. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതിക വിദ്യയാണ് ഹോളോഗ്രാം. കോൺവെക്സ് ലെൻസിൽ രൂപപ്പെടുന്ന പ്രതിബിംബം എങ്ങനെയുള്ളതായിരിക്കും? കോൺവെക്സ് ലെൻസിൽ യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. യഥാർത്ഥവും തലകീഴായതും. ശരീരത്തിൽ വിറ്റാമിൻ D ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശ കിരണം ഏതാണ്?
ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാ വയലറ്റ് കിരണമാണ്. അൾട്രാ വയലറ്റ് കിരണം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനമാണ് അക്കോസ്റ്റിക്സ്. അന്താരാഷ്ട്ര പ്രകാശ വർഷമായിട്ട് ആചരിച്ച വർഷം ഏതാണ്? അന്താരാഷ്ട്ര പ്രകാശ വർഷം 2015. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ്. ഹിഗ്സ് ബോസോൺ. ഒരു പ്രകാശ വർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്റർ ആണ്? ഒരു പ്രകാശ വർഷം 9.46 × 10⁻12 കിലോമീറ്റർ ആണ് ഒരു പ്രകാശ വർഷം എന്നത്. 9.46 × 10⁻12 കിലോമീറ്റർ. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ ആണ്. കാന്തിക ഫ്ലക്സിന്റെ യൂണിറ്റ് വെബർ. തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിന്റെ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലനജഡത്വമാണ്. ആപേക്ഷിക സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ്. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ വർഷം ഏതാണ്? 1969 ആണ്. 1969. ഈശ്വരൻ തെറ്റു ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകൻ. ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാനത് റിപ്പോർട്ട് ചെയ്യുമെന്ന് പറഞ്ഞ വിഖ്യാത പത്രപ്രവർത്തകനാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള. ഭൂട്ടാനും നേപ്പാളിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനം സിക്കിം. അന്തർദേശീയ ജല സഹകരണ വർഷമായിട്ട് ആചരിച്ച വർഷം 2013 ആണ്. 2013. കേരള ആരോഗ്യ വകുപ്പിന്റെ അവയവദാന പദ്ധതിയുടെ പേരാണ് മൃതസഞ്ജീവനി. സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് കറുത്ത മണ്ണ് അല്ലെങ്കിൽ ബ്ലാക്ക് സോയിലാണ് സ്വയം ഉഴുതുമറിക്കുന്ന മണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ഭാരതപ്പുഴയെ ശോകനാശിനി എന്ന് വിളിച്ചത് എഴുത്തച്ഛൻ. ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തികളുടെ കൂട്ടത്തിലെ ഏക മലയാളി ആരായിരുന്നു? ബോംബെ പ്ലാൻ തയ്യാറാക്കിയ 8 വ്യക്തിത്വങ്ങളുടെ കൂട്ടത്തിലെ ഏക മലയാളി ജോൺ മത്തായി. സുഗമ ഭാരത് അഭിയാൻ ഏത് വിഭാഗക്കാരുടെ ക്ഷേമമാണ് ലക്ഷ്യമിടുന്നത്? സുഗമ ഭാരത് അഭിയാൻ ഭിന്നശേഷിക്കാരുടേതാണ്. ഭാരതപ്പുഴ എവിടെ വെച്ചാണ് അറബിക്കടലിൽ ചേരുന്നത്? പൊന്നാനിയിൽ വെച്ചാണ്. ഡഫറിൻ പ്രഭുവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഡഫറിൻ പ്രഭുവിന്റെ ബുദ്ധിയിൽ ഉദിച്ച ആശയമാണ് കോൺഗ്രസ് എന്ന് അഭിപ്രായപ്പെട്ടത് ലാലാ ലജ്പത് റായ് ആണ്. 2 ഓസ്കാർ ലഭിച്ച ആദ്യത്തെ ഇന്ത്യക്കാരൻ AR റഹ്മാൻ ആണ്. സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി ലോക് സേവക് മണ്ഡൽ അല്ലെങ്കിൽ സെർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുടെ സ്ഥാപകൻ ലാലാ ലജ്പത് റായ്. ഏതിനെ മാതൃകയാക്കിയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ കേരള പത്രിക ആരംഭിച്ചത്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ ആരംഭിച്ചത് എന്തിനെ മാതൃകയാക്കിയിട്ടാണ്? അമൃത് ബസാർ പത്രികയെ മാതൃകയാക്കിയിട്ടാണ്. അടുത്ത ചോദ്യം, എത്രാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്?
ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ്? 8ാമത്തെ പഞ്ചവത്സര പദ്ധതിക്കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായത്. 8ാം പഞ്ചവത്സര പദ്ധതി. പി കെ തുങ്കൻ കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പി കെ തുങ്കൻ കമ്മിറ്റി പഞ്ചായത്തി രാജാണ്. പഞ്ചായത്തി രാജ്. കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ സംരക്ഷിത കണ്ടൽ വനം കടലുണ്ടിയാണ്. കടലുണ്ടി. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി. പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയവ സ്വന്തമായി വീട്ടിൽ പരിശോധിക്കുന്നതിന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതിയാണ് സാന്ത്വനം. പദ്ധതിയുടെ പേര് സാന്ത്വനം. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതി. ലോകബാങ്കിന്റെ സഹായത്തോടെ കേരളത്തിൽ നടപ്പിലാക്കുന്ന ഗ്രാമീണ ജലവിതരണ പരിസര ശുചിത്വ പദ്ധതിയാണ് ജലനിധി പദ്ധതി. നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെയാണ്? നമ്മുടെ മരം പദ്ധതിയിൽ സഹകരിക്കുന്ന വകുപ്പുകൾ വിദ്യാഭ്യാസ വകുപ്പും വനവകുപ്പുമാണ്. വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതി. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗങ്ങൾക്ക് ചികിത്സ നൽകുന്ന പദ്ധതിയാണ് താലോലം. പദ്ധതിയുടെ പേര് താലോലം. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. കിടപ്പ് രോഗികളുടെ ശുശ്രൂഷകർക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസ കിരൺ. ആശ്വാസ കിരൺ. ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് എന്താവശ്യത്തിനാണ്? ഗാന്ധിജി ആദ്യമായിട്ട് കേരളത്തിൽ വന്നത് ഖിലാഫത്ത് സമരത്തിന്റെ പ്രചാരണാർത്ഥമാണ്. ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ബഹിരാകാശ തുറമുഖം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ട. ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹം ഏത്? ISROയുടെ മേൽനോട്ടത്തിൽ അണ്ണാ സർവകലാശാല നിർമ്മിച്ച ആദ്യത്തെ ഉപഗ്രഹമാണ് അനുസാറ്റ്. ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹമായി അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ പ്രഥമ ചാര ഉപഗ്രഹം എമിസാറ്റ് ആണ്. എമിസാറ്റ്. ടൂറിസത്തെ വ്യവസായമായി അംഗീകരിച്ച വർഷം. ടൂറിസത്തെ കേരളം വ്യവസായമായിട്ട് അംഗീകരിച്ചത് 1986 1986. അയ്യങ്കാളി രൂപീകരിച്ച സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രമേത്? സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിന്റെ മുഖപത്രം സാധുജന പരിപാലിനി. തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ട മാസിക ഏതാണ്? തീയരുടെ വക ഒരു മലയാള മാസിക എന്നറിയപ്പെട്ടത് മിതവാദിയാണ്. മിതവാദി. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ്. പ്രഥമ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവ് ശൂരനാട് കുഞ്ഞൻ പിള്ളയാണ്. ശൂരനാട് കുഞ്ഞൻ പിള്ള. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? പഴശ്ശി ഡാം കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ശ്രീനാരായണ ഗുരു എന്ന സിനിമയുടെ സംവിധായകൻ. ശ്രീനാരായണ ഗുരു എന്ന സിനിമയുടെ സംവിധായകൻ P.A. ബക്കറാണ്. P.A. ബക്കർ. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ. 38,863 ചതുരശ്ര കിലോമീറ്റർ. സ്റ്റെതസ്കോപ്പ് കണ്ടുപിടിച്ചത് ആരാണ്? സ്റ്റെതസ്കോപ്പ് റെനെ ലെനക്കാണ്. റെനെ ലെനക്ക്. ബംഗ്ലാദേശ് വിമോചനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? ബംഗ്ലാദേശ് വിമോചനത്തിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകിയ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ. ഇന്ത്യയുടെ ആദ്യത്തെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ വജഹത് ഹബീബുള്ളയാണ്. വജഹത് ഹബീബുള്ള. കേരളത്തിലെ ഹോളണ്ട് എന്നറിയപ്പെടുന്നത്. കേരളത്തിലെ ഹോളണ്ട് കുട്ടനാടാണ്. കുട്ടനാട്. കേരളത്തിലെ തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ തെക്കേ അറ്റത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പാറശാലയാണ്. പാറശാല. 1958 ഒരണ സമരം നടന്നത് എവിടെയാണ്? 1958 ഒരണ സമരം നടന്നത് കുട്ടനാട്ടിലാണ്. കുട്ടനാട്. അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു? അപ്പിക്കോ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് പാണ്ഡുരംഗ ഹെഡ്ഗെ. പാണ്ഡുരംഗ ഹെഡ്ഗെ.
വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? 3 ജോഡിയാണ്. 3 ജോഡി. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം? കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീനാണ്. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത് 2010 2010. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം? കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. ഒരു ബാരൽ എത്ര ലിറ്ററിന് തുല്യമാണ്? ഒരു ബാരൽ എന്നത് 159 ലിറ്ററിന് തുല്യമാണ്. 159 ലിറ്റർ. കണ്യാർകളി എന്ന അനുഷ്ഠാന നൃത്തം പ്രചാരത്തിലുള്ള ജില്ല? കണ്യാർകളി പാലക്കാടാണ്. പാലക്കാട്. അഗ്നിസാക്ഷി രചിച്ചത്? അഗ്നിസാക്ഷി. ലളിതാംബിക അന്തർജനം? അഗ്നിസാക്ഷി, ലളിതാംബിക അന്തർജനം. പഞ്ചായത്തി രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ആവിയന്ത്രം കണ്ടുപിടിച്ചത്? ആവിയന്ത്രം ജെയിംസ് വാട്ടാണ്. ജെയിംസ് വാട്ട്. സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിരുന്നത്? സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രതീകമായിരുന്നത് ചർക്ക. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെട്ടത്? പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ കണ്ണും കാതും എന്നറിയപ്പെട്ടത് കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം? പാവപ്പെട്ടവർക്ക് നിയമസഹായം വ്യവസ്ഥ ചെയ്യുന്ന ഭരണഘടനാ അനുച്ഛേദം 39A ആണ്. 39A. കേരള നവോത്ഥാനത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത്? കേരള നവോത്ഥാനത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ്. ആറാട്ടുപുഴ വേലായുധ പണിക്കർ. ഭരണഘടനയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം ഏത് ദിനമായിട്ട് ആചരിക്കുന്നു? ഡോക്ടർ അംബേദ്കറുടെ ചരമദിനം മഹാപരിനിർവാണ ദിവസമായിട്ട് ആചരിക്കുന്നു. മഹാപരിനിർവാണ ദിവസ്. ഏത് സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു പണ്ഡിറ്റ് കറുപ്പൻ? പണ്ഡിറ്റ് കറുപ്പൻ അരയ സമുദായത്തിൽ നിന്നുള്ള സാമൂഹിക പരിഷ്കർത്താവായിരുന്നു. അവസാനത്തെ ചോദ്യം, ഇന്ത്യ ആദ്യമായി ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രം ഏത്? ഇന്ത്യ ആദ്യമായിട്ട് ബഹിരാകാശത്ത് സ്ഥാപിച്ച വാന നിരീക്ഷണ കേന്ദ്രമാണ് ആസ്ട്രോസാറ്റ്. ആസ്ട്രോസാറ്റ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.